2004 ജയ്പൂരിൽ നിന്നും സൗദിയിലേക്ക് ജോലിക്ക് പോയ കമറുദ്ദീനെ തേടിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ റുക്സാന പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. സൗദിയിലേക്ക് പോയതിനു ശേഷം ആദ്യത്തെ 2 വർഷത്തോളം കുടുംബവുമായി ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം കമറുദ്ദീന്റെ യാതൊരു വിവരവും തന്നെ റുക്സാനയ്ക്കില്ല. ഇന്ന് 4 കുട്ടികളുമായി ജീവിക്കാൻ കഷ്ടപ്പെടുകയാണ് റുക്സാന. മലയാളം അറിയാത്ത കമറുദ്ദീനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണം എന്ന അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുകയാണ് റുക്സാന ഇന്ന് പ്രവാസ ലോകത്തിൽ. കൂടുതൽ ചോദിച്ചറിയാം. കമറുദ്ദീൻ മലയാളിയല്ല. അല്ല, നമ്മൾ പറഞ്ഞാലൊക്കെ മനസ്സിലാവും. പറഞ്ഞാലൊക്കെ മനസ്സിലാവും. പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ പരിചയപ്പെട്ട്? ഞാൻ ജയ്പൂരിലായിരുന്നു. അവിടുന്ന് കല്യാണിച്ച? നിങ്ങളെ റുക്സാന നിങ്ങളെ ഇതാണ് നിങ്ങള്? അല്ല, പുള്ളി മുസ്ലിമാ, ഞാനൊരു ഹിന്ദുവാ. പുള്ളിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ പേര് മാറ്റിയത്? അല്ല, പുള്ളി ഇട്ട പേരായത് റുക്സാന. നിങ്ങൾ ജയ്പൂരിൽ എന്താ വേണ്ടിയിരുന്നത്? ഞാൻ എൻ്റെ വല്യമ്മയൊക്കെ അവിടെ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ അവിടെ ആയിരുന്നു. അപ്പോൾ പുള്ളി സ്ഥിരമായിട്ട് അവിടെ ഒരു കമ്പനിയിൽ ജോലിക്കൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട് കല്യാണം നടത്തി. എൻ്റെ ഇവിടെ ചെങ്ങന്നൂർ. എത്ര മക്കളുണ്ടായി? 4 പേര്. ജയ്പൂരായിരുന്നു. പിന്നെ ഇളയ കുഞ്ഞും എല്ലാരും അവിടെ ജനിച്ചത്. ഞാൻ പോയിട്ട് വരുമായിരുന്നു. അപ്പം പുള്ളി വരായിരുന്നു. അപ്പം ഞാനിങ്ങനെ നാട്ടിൽ വന്നു. പുള്ളി വരാതിരുന്നപ്പോൾ ഞാനിങ്ങനെ നാട്ടിൽ വന്നു. അവിടെ നിന്ന് ചെലവിനൊന്നും അഴിക്കാത്തതിന് ഇപ്പൊ വെളി സൗദിയ മക്കാമദീനല്ല എന്നാ പറഞ്ഞ പുള്ളി. ഫോൺ വിളിക്കുമ്പോൾ ഇടയ്ക്ക് ആരാണ്ടൊക്കെ വിളിച്ചപ്പോൾ എനിക്കിത് മോടെ വാട്സപ്പിൽ അയച്ചു തന്നു ഫോട്ടോ. അങ്ങനെ ഈ നമ്പർ തന്നു എനിക്ക്. എന്നോട് പറഞ്ഞു, ഈ നമ്പർ എടുത്തോ, ഫോട്ടോയും ഉണ്ട് നിന്റെ പപ്പായുടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളെടുത്ത് എനിക്ക് തന്നു നമ്പറും ഫോട്ടോയും. മൂത്ത മോൻ 23-ാമത്തെ വയസ്സായി. രണ്ടാമത്തെ മോക്ക് 22 തുടങ്ങി. ഇളയത് +1-ഉം +2-ഉം പഠിക്കുക. എനിക്ക് ജോലിയൊന്നുമില്ല. ഞാൻ കൂലിവേലയ്ക്ക് പോയപ്പം പുള്ളി പൈസയൊന്നും അയക്കാത്തതുകൊണ്ട്. മക്കള് മൂത്ത മോൻ പുള്ളി പോയതുകൊണ്ട് പഠിപ്പിക്കാനൊന്നും പറ്റിയില്ല. ഭയങ്കര ദുരിതത്തില. പിന്നെ അതുങ്ങൾ പോയില്ല സ്കൂളിൽ. പിന്നെ ഇളയത് പഠിക്കുന്നുണ്ട്, ഇളയവരുണ്ട്. പിന്നെ ആകെ ബുദ്ധിമുട്ടിലായി. ജയ്പൂരിൽ നിന്ന് ഞാൻ പിന്നെ എൻ്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി. ഇവിടെ വന്ന് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയായി. പിന്നെ മക്കൾക്ക് പഠിക്കാൻ വയ്യാത്ത അവസ്ഥയായി. അവിടെ 2 എല്ലാരും പറഞ്ഞു. സൗദി അറേബ്യയിലെ പ്രവാസ ലോകം പ്രവർത്തകരോടാണ്. വളരെ അപൂർവമായ ഒരു കേസാണ്. ഒരു മലയാളി പെൺകുട്ടി കമറുദ്ദീൻ എന്ന് പറയുന്ന ജയ്പൂരുകാരനെ കല്യാണം കഴിക്കുകയും പ്രണയത്തിലാണ് അവർ കല്യാണം കഴിച്ചത്. അതിൽ 4 മക്കളുണ്ടാവുകയും മക്കളൊക്കെ വലുതാവുകയും ചെയ്തു. ഇപ്പം എത്ര കൊല്ലം അദ്ദേഹത്തിൻ്റെ വിവരമില്ലാതായിട്ട്? 15 കൊല്ലമായി. 15 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ യാതൊരു വിവരമില്ല. അയാൾ മക്കത്തോ മദീനയിലോ ഉണ്ടെന്ന് പറയുന്നു. ഒരു ജയ്പൂർ തന്നെ ആയിരുന്നു. ജയ്പൂരായിരുന്നു ഇവരും കുട്ടികളും താമസിച്ചിരുന്നത്. ഒരു വിവരം ഇയാളത് ഇല്ലാതായപ്പോഴാണ് അവർ നാട്ടിലേക്ക് പോകുന്നത്, അല്ലേ? നാട്ടിൽ വന്നിട്ട് എത്രയായി? നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ പുള്ളി പോയി 3-ാമത്തെ കൊല്ലമാണ് ഞാൻ നാട്ടിൽ വരുന്നത്. എത്ര കൊല്ലമായി ഇപ്പോൾ? നാട്ടിൽ വന്നിട്ട് 11 വർഷം കഴിഞ്ഞു. നിങ്ങളെ വീട്ടുകാർ സ്വീകരിച്ചോ? എൻ്റെ അമ്മയെ വിളിപ്പിച്ച പുള്ളി വരായിരുന്നപ്പം ബുദ്ധിമുട്ട് കണ്ട് എൻ്റെ അമ്മയും അച്ഛനും വിളിച്ചു. പിന്നെ അമ്മയും അച്ഛനും ക്യാൻസറായിരുന്നു, അമ്മയ്ക്കും അച്ഛനും. 2 പേരും മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ബുദ്ധിമുട്ടായി. ഇപ്പൊ ആ വീട്ടില. ഞങ്ങളും 2 ആണും 1 പെണ്ണും. ആണുങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ വാടക വീട്ടില. താമസം മാറി. മക്കള് 4 പേരില്ലേ. അതും കമറുദ്ദീൻ ഇപ്പോൾ മക്കയിലോ മദീനയിലോ ഉണ്ടെന്നുള്ളതില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ടില്ല മുമ്പ്, ഇല്ലേ? ഞാൻ വന്നിട്ടുണ്ട് 8-9 വർഷം മുമ്പ്. ഇവിടെ വന്നിട്ടുണ്ടോ? എന്നിട്ടൊന്നും യാതൊരു വിവരവും കിട്ടിയില്ല. വീണ്ടും വന്നതാണ്. അപ്പോ മദീനയിലും മക്കയിലും ഉണ്ടെന്നാണ് ഈ കുട്ടി പ്രതീക്ഷിക്കുന്നത്. കമറുദ്ദീൻ ഇത്തരത്തിലുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് അവര് മതം മാറിയിട്ടില്ല എന്ന് എനിക്ക് ഇല്ല. മതം മാറിയിട്ടൊന്നുമില്ല. അദ്ദേഹം വിളിച്ച പേരാണ് റുക്സാന. അപ്പോൾ
ഒരു ശരിയില്ലായി കണ്ട് കമറുദ്ദീൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഈ കുട്ടിയോട്. കാരണം ഇതിങ്ങനെയുള്ള ഒരു അന്തർ സംസ്ഥാന വിവാഹം നടത്തുക, അതും അന്യമതസ്ഥയിൽപ്പെട്ടൊരു കുട്ടിയെ കല്യാണം കഴിക്കുക, യാതൊരു തരത്തിലുള്ള സംരക്ഷണവും നൽകാതിരിക്കുക, അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു സംഭവമായി പോയി കമറുദ്ദീൻ. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ മലയാളം അറിയുമെന്ന് എനിക്കറിയില്ല. മലയാളം അറിയില്ല, പറയുന്നത് മനസ്സിലാവും. അപ്പം എന്നാൽ ഞാൻ പറയുന്നതെങ്കിലും നിങ്ങൾ മനസ്സിലാവും. എന്തായാലും കമറുദ്ദീനെ കാണുന്ന മലയാളികൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ദീർഘകാലമായിട്ട് ഈ സ്ത്രീ അന്വേഷിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിനോടുള്ള സ്നേഹവും താല്പര്യമൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. രണ്ടാമത്തെ പ്രാവശ്യവും കൈരളിയിൽ വന്ന് വീണ്ടും 9 വർഷത്തിന് ശേഷം കമറുദ്ദീൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും കമറുദ്ദീൻ ചെയ്ത് ശരിയായില്ല. ഇനിയെങ്കിലും ഒന്ന് നേർവഴിക്ക് വന്ന് ഈ കുടുംബത്തെ വന്ന് കാണുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാഥമിക ധർമ്മം. നിങ്ങൾ ജയ്പൂരിലും വന്നിരുന്നില്ല, സത്യമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ എവിടെയോ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. എന്താണ് അതിന് കാരണം എന്നറിയില്ല. ഇയാൾ മദ്യപിക്കുന്നൊക്കെ ഒരാളാണ്. നല്ല മനുഷ്യൻ. എന്തോ അവരിപ്പോഴും നല്ല അഭിപ്രായമാണ് നിങ്ങളെ പറ്റി പറയുന്നത്. അതുകൊണ്ട് കഴിയുന്നതും വേഗം നിങ്ങൾ നാട്ടിൽ വരുന്നതാണ് കമറുദ്ദീൻ നല്ലത്. ഇനി ആരെങ്കിലും ഇദ്ദേഹത്തെ കാണുകയാണെങ്കിൽ, കാരണം ജയ്പൂരുകാരനായ കാരണം കാണാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടി ഈ സഹോദരിയുടെ അഭ്യർത്ഥന മാനിച്ച് കഴിയുന്നതും വേഗം നമുക്ക് ഇദ്ദേഹത്തെ കണ്ടെത്തണം. അതിനെല്ലാ പ്രവാസലോക പ്രവർത്തകരും സഹായിക്കണം. അതുപോലെ തന്നെ പ്രേക്ഷകരും ഈ സഹോദരിയെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവരെ തിരിച്ചയക്കും.